Sonnet 121 is a poem by William Shakespeare that begins with the line, "'Tis better to be vile than vile esteemed." The poem's message is that people who don't understand you or your moral values shouldn't judge you. അത് നമ്മളെ അറിയാത്ത ആൾക്കാർ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ചിലപ്പോൾ അവരുടെ കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ കുറ്റങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ഡിസയറിനെയും നമ്മുടെ റിലേഷൻഷിപ്സിനെയും വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സത്യം ഈ ഹിപ്പോക്രൈറ്റ്സ് മനസ്സിലാക്കിയാൽ മതി. അതായത് എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും ബാഡായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം തീരും. സോ ഹിപ്പോക്രസിക്കെതിരെയാണ് വില്യം ഷേക്സ്പിയർ അല്ലെങ്കിൽ സ്പീക്കർ സോണറ്റ് 121 പറയുന്നത്. ഈ സോണറ്റ് 121 ഫെയർ യൂത്ത് സീക്വൻസിൽ വരുന്നതാണ്. സോ സോണറ്റ്സ് ദേ വെയർ പോപ്പുലർ ഫോം ഓഫ് പോയട്രി ആയിരുന്നു ഡ്യൂറിങ് ദ റിനൈസൻസ് ആൻഡ് they have 14 lines and end with a revelation or change in poet's thought. ഇവിടെ ഷേക്സ്പീരിയൻ സോണറ്റ്സിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത് ലവ്, ജലസി, ബ്യൂട്ടി, മോർട്ടാലിറ്റി, പാസേജ് ഓഫ് ടൈം ഒക്കെയാണ്. സോ ടോട്ടലി 154 സോണറ്റ്സ് ആണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഈ ഒരു സോണറ്റ് 121 ഒരു സെൻട്രൽ മെസ്സേജ് എന്ന് പറയുന്നത് യു ഹാവ് ടു സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് ഡിസ്പൈറ്റ് അതേഴ്സ് ജഡ്ജ്മെൻറ്റ്. മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വയമേ നമ്മളുടെ ആ ഒരു സത്ത കൈവിടാതെ നമ്മളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സോ വി ഷുഡ് ബി സെൽഫ് അവെയർ അബൌട്ട് അവർ സെൽഫ്സ്. അപ്പോൾ ഇതിനകത്തെ തീംസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിസയറുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഷേക്സ്പിയർ അല്ലെങ്കിൽ ഇതിലെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് ഓഫ് അതേഴ്സ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ദർ ഇസ് സോ മച്ച് ഓഫ് ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഒരു സ്വന്തം അച്ചീവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ താൻ എന്താണെന്നുള്ളതിന് പ്രൈഡ് ആവേണ്ട അതായത് നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും എല്ലാം അംഗീകരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുമ്പോൾ വി വിൽ ഫീൽ സോ മച്ച് ഫ്രസ്ട്രേറ്റഡ് അല്ലേ. സോ ഇവിടെ ഇവിടുത്തെ നമുക്ക് ഷേക്സ്പിയറിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. വെദർ ഹീസ് എ ഹോമോസെക്ഷൽ ഓ ഹെട്രോസെക്ഷൽ. ഇവിടെ ഷേക്സ്പിയറിനെ കുറിച്ച് തന്നെയാണോ പറയുന്നതെന്ന് നമുക്കറിയില്ല. അതെല്ലാം ഒരു സ്റ്റഡീസ് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇവിടെ ഏതായാലും ഫെയർ യൂത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സോണറ്റ് സീക്വൻസിലൊന്നാണ് ഈ സോണറ്റ് 121 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്കില്ലാത്തൊരു കാര്യമായിരിക്കും അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ചിലപ്പോൾ ഉള്ള കാര്യവും ആവാം. എന്നിരുന്നാൽ കൊള്ളട്ടെ, അവർക്കത് പറയേണ്ട കാര്യം എന്താണ്? അവരവരുടെ സ്വന്തം കണ്ണിലെ ഉള്ള കരട് കളയാതെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലെ കരടിനെ പറ്റി അവർ പറയുന്നത്. സോ ദേ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡൂ ദാറ്റ് എന്നാണ് ഷേക്സ്പിയർ ഉദ്ദേശിച്ചത്. നമ്മുടെ വാല്യൂസിൽ നമ്മളെന്താണോ ചെയ്യേണ്ടത്, നമ്മുടെ ആക്ഷൻസ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ഈ ഒരു സോണറ്റിൽ പറയുന്നു. അപ്പോൾ നമ്മളില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്നാൽ അത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു എൻജോയ്മെൻ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നുമില്ല, അതിൻ്റെ എൻജോയ്മെൻറ്റ് നമ്മൾ അനുഭവിക്കുന്നുമില്ല. പക്ഷേ ജഡ്ജ് ചെയ്യുന്നവർ നമ്മൾ അങ്ങനെയാണ്, നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ദാറ്റ്സ് സോ മച്ച് ഫ്രസ്ട്രേറ്റിംഗ്. ആൻഡ് യെസ്, ഈ ഒരു ഹിപ്പോക്രസിക്കെതിരെയാണ് പോയിറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീംഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന അറ്റാക്കേഴ്സ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നവരെക്കാട്ടിലും നല്ലൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹത്തിന് ഉറച്ചൊരു ബോധ്യമുണ്ട്. ഇനി നമ്മുടെ ഒരു HSC ഇംഗ്ലീഷ് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അധികം ആയിട്ടൊന്നും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ, തീം, കാര്യങ്ങൾ, ലൈൻസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയായിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നും സോണറ്റ് 121 നമുക്ക് പറയാനില്ല.